അത്തരത്തിലുള്ള വർഗീയതയും മാറ്റി നിർത്തലും ഇസ്ലാം ഇവിടെ ചെറുത്തു നിൽക്കുകയാണ്. അവിടെ നിന്ന് എല്ലാത്തിനെയും സൃഷ്ടിച്ച സ്രഷ്ടാവിനെ ആരാധിക്കൂ എന്ന് പറയുന്ന എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മഹത്തായ ആശയത്തിലേക്ക് കൊണ്ടുവന്നത് വിശുദ്ധ ഖുർആനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യരായ ശ്രോതാക്കളെ, ഇസ്ലാം എന്ന് കേൾക്കുമ്പോഴും മുസ്ലിമെന്ന് കേൾക്കുമ്പോഴും മുസ്ലിമിൻ്റെ വേഷവും താടിയും തൊപ്പിയും പർദ്ദയുമൊക്കെ കാണുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ചൊറിച്ചിലുകൾ, മനസ്സിലെ ചില വികാരങ്ങൾ ഉണരാറുണ്ട്. എന്നാൽ ഇസ്ലാമിനെ നിഷ്പക്ഷമായി പഠിക്കുന്ന ഏതൊരാൾക്കും ഇസ്ലാമിൻ്റെ മഹത്വത്തെയും മഹാത്മ്യത്തെയും തിരിച്ചറിയാനും അതിൽ നിന്ന് കിട്ടുന്ന നന്മകൾ എന്തൊക്കെയാണ് എന്ന് ആസ്വദിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും സാധിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും ആളുകൾ ഇസ്ലാമിനെ പഠിക്കുന്നത് മീഡിയകളിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വാർത്താ ചാനലുകളിൽ അന്തിച്ചർച്ചകളിൽ നിന്നാണ് ചില ആളുകളെങ്കിലും ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് നമ്മൾ മാറി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ, മുൻധാരണകൾ മാറ്റിവെച്ച് ഇസ്ലാമിനെ ഒന്ന് ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചാൽ ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. അതിൽ എൻ്റെ ഇവിടുത്തെ ഒരു പ്രധാന വിഷയം വിശുദ്ധ ഖുർആൻ എന്ന മഹത് ഗ്രന്ഥത്തെക്കുറിച്ചാണ്. പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം പണിയെടുക്കുന്ന ചില ആളുകളെ സമൂഹത്തിൽ കാണാൻ കഴിയും. ചില വചനങ്ങളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അതിൻ്റെ സാഹചര്യമോ മറ്റും പരിഗണിക്കാതെ മനുഷ്യനെ അല്ലെങ്കിൽ അവിശ്വാസിയെ കണ്ടെടുത്തു വച്ച് കൊല്ലണം എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുവരെ പറഞ്ഞ് ആളുകൾക്ക് മുമ്പിൽ ഖുർആൻ ഒരു തീവ്രവാദം പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് എന്നുവരെ പറഞ്ഞു വെക്കുന്ന ആളുകളെ നമ്മുടെ സൊസൈറ്റിയിൽ കാണാൻ കഴിയും. എന്നാൽ നമ്മൾ എന്താണ് വിശുദ്ധ ഖുർആൻ എന്ന് പഠിക്കണം. ആ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ നമ്മളൊന്ന് അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹുവിൻ്റെ കലാമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സംസാരമാണ്. ആ അള്ളാഹുവിൻ്റെ സംസാരം ആരോടുള്ള സംസാരം? മുസ്ലിമീങ്ങളോടല്ല. വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യ കൽപ്പനകൾ എടുത്തു നോക്കിയാൽ മനുഷ്യരേ എന്ന് വിളിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഇറങ്ങുന്നത്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. അള്ളാഹു നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഖുർആൻ എന്നത് മുസ്ലിമീങ്ങളുടേതല്ല, മറിച്ച് മനുഷ്യരുടേതാണ്. ആ ഖുർആൻ സംസാരിക്കുന്നത്, വിളിക്കുന്നത്, ക്ഷണിക്കുന്നത് മനുഷ്യരെയാണ്. മനുഷ്യർക്കുള്ള ഗ്രന്ഥമാണ്. മനുഷ്യർ ആ ഖുർആൻ പഠിക്കണം, ഖുർആനിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഇനി വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, സംസാരമാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം അതൊരു സൃഷ്ടിയല്ല, അത് ഏതെങ്കിലും ഒരു വ്യക്തി എഴുതിയതോ അല്ലെങ്കിൽ മറ്റു വേദഗ്രന്ഥങ്ങളിൽ നിന്ന് പകർത്തി എഴുതിയതോ ഒന്നുമല്ല. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കൈപ്പടയാൽ എഴുതിയതോ അല്ലെങ്കിൽ പുരാണങ്ങളിൽ നിന്ന് വായിച്ചെടുത്തതിനെ പകർത്തിയതോ അല്ല, മറിച്ച് അത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന ഒന്നാമത്തെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം ജിബ്രീൽ എന്ന മലക്ക് മുഖേനയാണ് പ്രവാചകനിലേക്ക് ഈ വചനങ്ങൾ എത്തിയത് എന്ന രണ്ടാമത്തെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തത്, ആ പ്രവാചകനിലൂടെ ഇനി ലോകത്തു മുഴുവൻ വരാനിരിക്കുന്ന ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വചനങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നും നമ്മൾ തിരിച്ചറിയണം. ആ ഖുർആനിലുള്ളത് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്തയും, അതായത് സത്യം സ്വീകരിക്കുകയും സത്യത്തോടൊപ്പം അണിചേരുകയും ചെയ്യുന്ന വിശ്വാസികൾക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്തയും, അതല്ല സത്യനിഷേധിയായിക്കൊണ്ട് ഖുർആനിനെയും ലോകത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെയും
ആ സ്രഷ്ടാവ് നിയോഗിച്ച പ്രവാചകനെയും തള്ളിക്കളയുന്നതിലൂടെ അവിശ്വാസം സ്വീകരിച്ച് അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും കുഫറിലും ഷിർക്കിലുമായി കഴിഞ്ഞുകൂടുന്നവർ അവർ ശ്രദ്ധിക്കണം. നാളെ വരാനിരിക്കുന്നത്, മരണാനന്തര ലോകത്ത് വരാനിരിക്കുന്നത് നരകമെന്ന ഭയാനകരമായ ഒരു ലോകമാണ് എന്ന തിരിച്ചറിവും താക്കീതുമാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം ഖുർആനിൻ്റെ വചനങ്ങളെ വളച്ചൊടിക്കുകയോ അല്ലെങ്കിൽ സ്വന്തം വാക്കുകൾ അതിലേക്ക് കടത്തിക്കൂട്ടുകയോ ചെയ്തിട്ടില്ല എന്ന നാലാമത്തെ പാഠം നമ്മൾ മനസ്സിലാക്കണം. വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. ഒരിക്കലും പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞിട്ടേയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചത് മുഴുവൻ അള്ളാഹുവിൻ്റെ വഹി പ്രകാരമാണ്. ഇനി ഖുർആൻ വരുത്തിയ വിപ്ലവം എന്താണ്? ആയുധം കൊണ്ടുള്ള വിപ്ലവമല്ല ഇസ്ലാമിൽ കൂടുതലായി കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ സൈന്യങ്ങൾ സംഘടിച്ച് ഒരു പോരാട്ടം നടത്തിയുള്ള വിപ്ലവമല്ല. മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. 3 ഇരുട്ടറകൾ എന്നറിയപ്പെട്ട, 3 ഡബ്ല്യുകൾ എന്നറിയപ്പെട്ട, ഇരുണ്ട യുഗം എന്നറിയപ്പെട്ട വൈൻ, വുമൻ, വാർ, ഇതിനുവേണ്ടി മാത്രം ആളുകൾ അവരുടെ സമയവും ജീവിതവും മാറ്റിവെച്ച, അയൽവാസിയുടെ ഭൂമിയിൽ നിന്ന് ഒരു ഒട്ടകമോ അല്ലെങ്കിൽ കുതിരയോ പുല്ല് കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ മാത്രം മാസങ്ങളോളം നീണ്ടു നിന്ന യുദ്ധങ്ങൾ ചരിത്രത്തിൽ ഇസ്ലാമിൻ്റെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ജനപദത്തെ പരിവർത്തനത്തിൻ്റെ ഏറ്റവും മഹനീയമായ ഉദാഹരണങ്ങൾ കാഴ്ചവെച്ചത് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ കൊണ്ടാണ്. കള്ളിൽ മുഴുകിയവർ, കള്ളില്ലാതെ ജീവിക്കാൻ കഴിയാത്തവർ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ മുന്തിരിവള്ളിയുടെ അടിയിൽ കുഴിച്ചിടണം എന്നുപോലും വസിയത്ത് നൽകി മരിച്ചുപോയവർ, അങ്ങനെയുള്ള ഒരു ജനപദത്തെ അവിടെ നിന്ന് ഏറ്റവും നല്ല മനുഷ്യനാക്കി മാറ്റിയത് വിശുദ്ധ ഖുർആനാണ്. എന്നിട്ട് അവരെക്കുറിച്ച് പറഞ്ഞത് കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഉത്തമ സമൂഹം, ഉത്തമ തലമുറ നിങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. മദ്യത്തിൽ നിന്ന്, അതുപോലെ മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും എല്ലാം വ്രണപ്പെടുത്തുന്ന എല്ലാവിധ തിന്മകളിൽ നിന്നും മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റിയ മഹത് ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിൻ്റെ നന്മകളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മനുഷ്യരാശി കണ്ടതിൽ ഏറ്റവും മഹത്തായ വിപ്ലവമാണ് വിശുദ്ധ ഖുർആൻ കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു യുദ്ധത്തിലൂടെയുള്ള വിപ്ലവമല്ല, എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടുള്ള വിപ്ലവമല്ല, മറിച്ച് നന്മകൾ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് മനസ്സിനെ പരിവർത്തിപ്പിച്ചുകൊണ്ടുള്ള വിപ്ലവമാണ് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ളത്. അതിൽ 5 കാര്യങ്ങൾ ഞാൻ പ്രധാനമായും എണ്ണുകയാണ്. ഒന്നാമത്തത് വിശ്വാസത്തിലുണ്ടായ വിശുദ്ധിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനെയെല്ലാം ഇന്ന് ലോകത്ത് ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എലിയെ ആരാധിക്കുന്നു, പശുവിനെ ആരാധിക്കുന്നു, അതുപോലെ തന്നെ പല മൃഗങ്ങളെയും ആരാധിക്കുന്നു, മനുഷ്യരെ ആരാധിക്കുന്നു, മനുഷ്യൻ്റെ അവയവങ്ങളെ വരെ ആരാധിക്കുന്നു, കല്ലിനെ ആരാധിക്കുന്നു, പലതിനെയും ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ് ആളുകൾ. അവിടെ നിന്ന് എല്ലാത്തിനെയും സൃഷ്ടിച്ച സ്രഷ്ടാവിനെ ആരാധിക്കൂ എന്ന് പറയുന്ന എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മഹത്തായ ആശയത്തിലേക്ക് കൊണ്ടുവന്നത് വിശുദ്ധ ഖുർആനാണ്. ഈ ലോകത്തെ സൃഷ്ടിക്കാൻ ഒരു സ്രഷ്ടാവ് വേണം, ആ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന ഒരു തത്വത്തിലേക്ക് എല്ലാവർക്കും വർഗീയതയില്ലാതെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മഹത്തായ ഒരു ആശയമാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. ശരിയായ ആശയം, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ആശയം. അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, ആത്മീയ ചൂഷണങ്ങളിൽ നിന്ന് ഇസ്ലാം മനുഷ്യരെ പരിവർത്തിച്ചു കൊണ്ടുവന്നു. ഏകനായ സ്രഷ്ടാവിലേക്ക് ആളുകളുടെ ശ്രദ്ധയും താൽപ്പര്യവും പ്രാർത്ഥനയും ആരാധനാ കർമ്മങ്ങളും തിരിച്ചുവിടാൻ ഇസ്ലാമിന് സാധിച്ചു, വിശുദ്ധ ഖുർആനിന് സാധിച്ചു. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ് എന്ന ആ ഒരു പ്രപഞ്ച സത്യത്തെ സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ, വിശ്വാസത്തിൽ വിശുദ്ധി വരുത്താൻ വിശുദ്ധ ഖുർആൻ കൊണ്ട് സാധിച്ചു എന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തത് മനുഷ്യൻ്റെ മൂല്യം, അത് ഏറ്റവും നല്ല വിപ്ലവമായിരുന്നു. കാരണം ജാതീയത പറഞ്ഞ്, വർഗീയത പറഞ്ഞ്, കളറ് പറഞ്ഞ്, കുടുംബ ഗോത്ര മഹിമകൾ പറഞ്ഞ് പരസ്പരം പോരാടിക്കൊണ്ടിരുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു.
ഇപ്പോഴും അത് പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും ഒന്നു തന്നെയാണ്. തൊലി വെളുത്തതിൻ്റെ പേരിലോ തൊലി കറുത്തതിൻ്റെ പേരിലോ പരസ്പരം നിന്ദിക്കാനോ അങ്ങനെ ഒരു ആദരിക്കാനോ അങ്ങനെ ഒരു സംഗതി ഇസ്ലാമിലില്ല. മനുഷ്യൻ എന്ന നിലയ്ക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ബിലാലിനെയും സൽമാനുൽ ഫാരിസിനെയും പരസ്പരം കൈ കൊടുത്തു എന്നാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ഒരൽപ്പം കറുത്തിട്ടാണ്, സൽമാനുൽ ഫാരിസോ വെളുവെളുത്ത മനുഷ്യനാണ്. പക്ഷെ അവർക്ക് തമ്മിൽ തൊലി വെളുപ്പിൻ്റെയോ കറുപ്പിൻ്റെയോ വിഷയത്തിൽ മാറ്റി നിർത്തേണ്ട ഒരു സംഗതിയുമില്ല. നിങ്ങൾ ഹജ്ജിനെ എടുത്തു നോക്കൂ, നിസ്കാരങ്ങൾ എടുത്തു നോക്കൂ, ഇസ്ലാമിൻ്റെ മറ്റ് ഇബാദത്തുകൾ എടുത്തു നോക്കൂ. അവിടെ തൊലി വെളുപ്പിൻ്റെ പേരിൽ ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ല, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുടെ പേരിൽ ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ല. എല്ലാവർക്കും ഒരേ സ്ഥാനമാണ്. മനുഷ്യൻ എന്ന നിലയ്ക്ക് എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ നൽകുന്നുണ്ട് എന്നത് ഖുർആൻ നൽകുന്ന ഒരു വലിയ വിപ്ലവമാണ്. വലഖദ് കറംനാ ബനി ആദം, അല്ലാഹു സുബ്ഹാനഹു തആല ആദം സന്തതിയെ മുഴുവൻ ആദരിച്ചിരിക്കുന്നു എന്നാണ്. അല്ലാതെ തൊലി വെളുത്തവനെന്നോ അധികാരമുള്ളവനെന്നോ കുടുംബമഹിമയുള്ളവനെന്നോ കുലമഹിമയുള്ളവനെന്നോ അങ്ങനെ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഇസ്ലാം പഠിപ്പിക്കുന്നേയില്ല. മനുഷ്യനെന്ന ഒറ്റ സമൂഹമാക്കി അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ കൃത്യമായി ഖുർആനിലൂടെ വിപ്ലവം പഠിപ്പിക്കുന്നുണ്ട്, വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വർഗീയതയും മാറ്റി നിർത്തലും ഇസ്ലാം ഇവിടെ ചെറുത്തു നിൽക്കുകയാണ്. ഇസ്ലാമിൻ്റെ തനതായ മൂല്യങ്ങൾ ഇവിടെ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മറിച്ച് ആരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ ഇഷ്ടമുള്ളതും പ്രിയമുള്ളതും അള്ളാഹു ആദരിക്കുകയും ചെയ്യുന്നത്? ഇത്തരത്തിൽ ഗോത്രമഹിമയോ തൊലിവെളുപ്പോ ഒന്നുമല്ല, മറിച്ച് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന, തഖ്വയോടുകൂടി ജീവിക്കുന്ന, അള്ളാഹ് പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന, അങ്ങനെ ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും നല്ല മനുഷ്യനായി ജീവിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയൻ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തത്, സാമൂഹിക ജീവിതത്തിൽ ഖുർആൻ സൃഷ്ടിച്ച വിപ്ലവമാണ്. മനുഷ്യൻ സാമൂഹിക ജീവിയാണല്ലോ. അങ്ങനെ സാമൂഹികമായി ജീവിക്കുമ്പോൾ കുടുംബം എന്ന നിലയ്ക്ക്, അയൽവാസി എന്ന നിലയ്ക്ക്, അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ ഭടൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് മൂല്യവത്തായ നിർദ്ദേശങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ വിവാഹം എന്നത് മാത്രം എടുത്തു നോക്കിയാൽ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇതൊരു തമാശ കളിയല്ല, ഇത് കുട്ടിക്കളിയല്ല, മറിച്ച് മീസാഖൻ ഖലീള, ഇത് വമ്പിച്ച കരാറാണ്. അള്ളാൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഒരു പെണ്ണിനെ തൻ്റെ ജീവിതത്തിലേക്ക് പങ്കാളിയായി സ്വീകരിക്കുമ്പോൾ അത് വമ്പിച്ച കരാറാണ്, ഇത് കുട്ടിക്കളിയല്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അവിടെ അമാനത്തുകളുണ്ട്, ചില കാര്യങ്ങൾ പരസ്പരം ചെയ്തു തീർക്കേണ്ടതും കൊടുത്തു ചെയ്യേണ്ടതുമായ കാര്യങ്ങളുണ്ട്, പരസ്പരം നിർവഹിച്ചു കൊടുക്കേണ്ട ബാധ്യതകളുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹമെന്ന അനുവദനീയമായ മാർഗത്തിലൂടെ മാത്രമേ തൻ്റെ ലൈംഗിക ദാഹം തീർക്കാൻ പാടുള്ളൂ എന്നും അതല്ലാത്ത മാർഗങ്ങളെല്ലാം പിഴച്ച മാർഗമാണ് എന്നും ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചു. വ്യഭിചാരം പാടില്ല, സ്വവർഗരതി പാടില്ല. ഇന്ന് അതിനുവേണ്ടി ആളുകൾ സമരം ചെയ്യുകയാണ്. എന്നാൽ അതെല്ലാം മനുഷ്യൻ്റെ മൂല്യങ്ങളെ തകർത്ത് കളയുന്നതാണ്. ഒരു കാലത്ത് ജനിച്ച മക്കൾ അവരുടെ പിതാവ് ആരാണ് എന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒരു കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. പലരും ബന്ധപ്പെടും, പിന്നെ അതിൽ കുട്ടിയുണ്ടാകും. ആ കുട്ടിയുടെ മുഖശേപ്പും ബന്ധപ്പെട്ട ആളുകളെ നിരത്തി നിർത്തി അതിൽ ആ ജനിച്ച കുട്ടിയുടെ മുഖശേപ്പിന് സാമ്യമാകുന്ന ഒരാളെ സെലക്ട് ചെയ്യുന്ന സാഹചര്യങ്ങൾ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള മോശപ്പെട്ട അവസ്ഥയിലേക്ക് ഒരുപക്ഷെ ഇന്നത്തെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അവിടെയാണ് ഖുർആൻ പറഞ്ഞത് വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. അത്തരം മോശപ്പെട്ട അവിഹിതങ്ങളായ ബന്ധങ്ങൾ അത് പാടില്ല. കുടുംബമെന്ന പവിത്രതയുള്ള ആ ഒരു ബന്ധത്തെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയണം. സാമ്പത്തിക രംഗത്ത് അല്ലേ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ഹലാലിനെ ത്വയ്യിബായതിനെ ഭക്ഷിക്കണം, നിങ്ങൾ പലിശ ഭുജിക്കരുത്, അത് നിങ്ങളെ നശിപ്പിക്കുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി സാമൂഹികമായ എല്ലാ രംഗത്തും ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ വിശുദ്ധ ഖുർആൻ വിപ്ലവകരമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്.
വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മദ്യപാനത്തിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന്, ചൂഷണങ്ങളിൽ നിന്ന്, അനീതിക്കെതിരെ ഇസ്ലാം വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി വിപ്ലവകരമായ മാറ്റങ്ങൾ ഈ ഒരു ഉമ്മത്തിൽ, ഈ ഒരു മനുഷ്യ കുലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല നീതി കൊണ്ടും നന്മ കൊണ്ടുമാണ് കൽപ്പിക്കുന്നത്. ഒരിക്കലും തെറ്റ്, മോശം, അതുപോലെയുള്ള മ്ലേച്ഛമായ കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നേയില്ല. നല്ലതിൽ നിലകൊള്ളാൻ, നന്മ ചെയ്യാൻ, നീതിബോധത്തോടുകൂടി നിലകൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. ഇതിനെല്ലാം അപ്പുറം ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ എന്താ വേണ്ടത്? അറിവാണ് വേണ്ടത്. ആ അറിവാണ് ഏറ്റവും മുന്തിയ മൂല്യമായി കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിൽ ഒന്നാമത്തെ വചനം പറഞ്ഞത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റെ നാമം കൊണ്ട് നീ വായിക്കൂ എന്നാണ്. അപ്പോൾ വായിക്കുക എന്ന ആദ്യ വാക്കു തന്നെ, ആദ്യ വചനത്തിലെ ആദ്യ വാക്കു തന്നെ, അതിൽ തന്നെയും 5 ആയത്തുകളാണ് ആദ്യം ഇറങ്ങിയിട്ടുള്ളത്. ആ 5 ആയത്തുകളിലും ഉൾക്കൊള്ളുന്നത് പഠനവും മനനവും, അത് പഠിക്കലും മനസ്സിലാക്കലും അറിവ് തേടുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇസ്ലാം വിശുദ്ധ ഖുർആൻ വിപ്ലവകരമായ ചില വിഷയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അതൊന്ന് മനസ്സിരുത്തി പഠിക്കാൻ കഴിഞ്ഞാൽ ഇവർ പറയുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു വർഗീയതയോ ഒന്നുമില്ലാതെ നമുക്ക് വിശുദ്ധ ഖുർആനിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ നിഷ്പക്ഷമായി ഒന്ന് വായിച്ചു തുടങ്ങാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.